ചൊവ്വാഴ്ചയാണ് ഇന്ത്യയിലെ മുൻനിര ടെലികമ്മ്യൂണിക്കേഷന് കമ്പനികളിൽ ഒന്നായ എയർടെൽ കരാര് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാന് സ്പേസ് എക്സുമായി കരാറൊപ്പിട്ട് എയർടെൽ. ചൊവ്വാഴ്ചയാണ് ഇന്ത്യയിലെ മുൻനിര ടെലികമ്മ്യൂണിക്കേഷന് കമ്പനികളിൽ ഒന്നായ എയർടെൽ കരാര് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. സ്റ്റാർലിങ്കിന്റെ അതിവേഗ ഇന്റർനെറ്റ് ഇന്ത്യയിലെ എയർടെൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനായി കമ്പനി കരാറിൽ ഒപ്പുവെച്ചതായാണ് പത്രക്കുറിപ്പിൽ അറിയിച്ചത്. എന്നാൽ രാജ്യത്ത് സ്പേസ് എക്സ് സേവനങ്ങൾ വിൽക്കുന്നതിന് സ്പേസ് എക്സിന് അനുമതി ലഭിക്കുന്നത് അനുസരിച്ചിരിക്കും തുടർ നടപടികളെന്നാണ് വിവരം. ഇന്റർനെറ്റ് സ്പെക്ട്രം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാർലിങ്കിന്റെ അപേക്ഷയിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്പേസ് എക്സ്. ബിസിനസ്സുകൾക്ക് സ്റ്റാർലിങ്ക് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിന് പുറമെ ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകള്, ആരോഗ്യ കേന്ദ്രങ്ങള്, ഉൾപ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് സ്റ്റാർലിങ്ക് ഉപയോഗിക്കാനും എയർടെൽ പദ്ധതിയിടുന്നുണ്ടെന്നാണ് വിവരം. ഇരു കമ്പനികളും തമ്മിലുള്ള സഹകരണം സംബന്ധിച്ചും തീരുമാനമാകേണ്ടതുണ്ട്. സാറ്റലൈറ്റ് ഇന്റർനെറ്റിനായി എയർടെൽ നിലവിൽ യൂടെൽസാറ്റ് വൺവെബുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റാർലിങ്കുമായുള്ള പങ്കാളിത്തം ഇന്റർനെറ്റ് എത്തിയിട്ടില്ലാത്ത ഉൾപ്രദേശങ്ങളിലേക്കുൾപ്പെടെ പ്രവർത്തനം വികസിപ്പിക്കാന് എയർടെല്ലിനെ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടല്. സുപ്രധാന നാഴികക്കല്ലെന്നാണ് കരാറിനെ ഭാരതി എയർടെൽ മാനേജിംഗ് ഡയറക്ടറും വൈസ് ചെയർമാനുമായ ഗോപാല് വിറ്റല് വിശേഷിപ്പിച്ചത്. സ്പേസ് എക്സുമായുള്ള ഈ സഹകരണം ഇന്ത്യയുടെ ഏറ്റവും വിദൂര ഭാഗങ്ങളിലേക്ക് പോലും ലോകോത്തര ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് എത്തിക്കാനുള്ള എയർടെല്ലിന്റെ കഴിവ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.